ഹലോ ഗൈസ്, മൈക്രോ മെട്രോപൊളിറ്റൻ സർവൈവൽ സീരീസിന്റെ 4ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നമ്മുടെ വീടിന്റെ പണി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കംപ്ലീറ്റ് ചെയ്തില്ല, എക്സ്റ്റീരിയർ വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് വീടിന്റെ അകത്തോട്ടുള്ള പണിയാണ് ഗൈസ് ചെയ്യാനുള്ളത്. ഇവിടെ ഇപ്പം കറന്റ് പ്ലെയിൻ ആയിട്ട് കിടക്കുകയാണ്. എൻ്റെ പ്ലാനിലുള്ളത് നമ്മളിവിടെ പ്രോപ്പർ സ്റ്റോറേജ് സിസ്റ്റം ഉണ്ടാക്കണം ഗൈസ്. ഇത് ജസ്റ്റ് വെച്ചിട്ട് പിന്നെ അകത്ത് കുറച്ച് ലൈറ്റിംഗ് ഒക്കെ കൊണ്ടുവന്ന് ഡെക്കറേറ്റ് ചെയ്യണം. പിന്നെ മുകളിലോട്ട് നമുക്ക് നമ്മുടെ ബെഡ്റൂം ആക്കാം ഗൈസ്. അത് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇച്ചിരി പ്ലെയിൻ ആയിട്ട് കിടക്കുന്നതുകൊണ്ട് ഇവിടെ എനിക്കൊരു മാപ്പ് വാള് കൊണ്ടുവന്നാലോ എന്നൊരു ഐഡിയ ഉണ്ട്. എന്തായാലും അത് നമുക്ക് നോക്കണം. ഞാൻ നമുക്ക് പറഞ്ഞിരിക്കേണ്ട ഗൈസ്, നേരെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഗൈസ്, ആദ്യത്തെ കാര്യം ആദ്യം നമുക്ക് ചെസ്റ്റ് ഉണ്ടാക്കണം. നമുക്ക് സ്റ്റോറേജ് ഉണ്ടാക്കാൻ വേണ്ടി അതിനുവേണ്ടി നമുക്ക് കുറച്ച് അധികം ചെസ്റ്റ് ഉണ്ടാക്കേണ്ടി വരും. കുറച്ച് വുഡ് എടുത്തിട്ട് നമുക്കൊരു അത്യാവശ്യം അധികം ചെസ്റ്റ് ഉണ്ടാകും ഗൈസ്. 20 ചെസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇവിടെ കൊണ്ടുവന്ന് അടുക്കി വെക്കാം. ഇങ്ങനെ നമുക്ക് ഓരോ വരിയായിട്ട് വെക്കാം ഗൈസ്. ഓക്കെ, ഇങ്ങനെ വെക്കാം. ഇനി ഓരോ വരിയും കൂടെ മുകളിലോട്ടും കൂടെ വെക്കാം ഗൈസ്. ഓക്കെ, 2 വരി ചെസ്റ്റ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഐറ്റം ഫ്രെയിം വെച്ച് ഇവിടെ മാർക്ക് ചെയ്യണം ഗൈസ്. ഏതൊക്കെ ചെസ്റ്റിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ള രീതിയിൽ നമുക്കിവിടെ മാർക്ക് ചെയ്യണം. ഇനി നമുക്ക് അതിലോട്ട് കിടക്കാം. ഓക്കെ, നമ്മളവിടെ 7 വരി ചെസ്റ്റ് വെച്ചിട്ടുണ്ട്. സോ 7 ഐറ്റം ഫ്രെയിം ഉണ്ടാക്കണം. അതിനു വേണ്ടി ലെതർ വേണം ഗൈസ്. പെട്ടിയിൽ 3 ലെതറേ ഉള്ളൂ. ഇനി ഞാൻ ഒപ്പിക്കണം. 7 ലെതർ വേണം 7 ഐറ്റം ഫ്രെയിം ഉണ്ടാകാൻ. അപ്പോൾ അവിടേക്കുന്ന കൗവിനൊക്കെ തല്ലിക്കൊല്ലേണ്ടി വരും. എന്തായാലും ഞാൻ വീഡിയോ കാണിക്കുന്നില്ല. നിങ്ങളെ ആവശ്യത്തിനുള്ള ലെതർ എടുത്തിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്തോളാം ഗൈസ്. ഓക്കെ, ലെതർ 8 എണ്ണം ആയിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ പോയിട്ട് ഐറ്റം ഫ്രെയിം ക്രാഫ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി വന്നിട്ട് നമുക്ക് നോക്കാം. എൻ്റെ കയ്യിൽ കുറച്ച് സ്റ്റിക്ക് ഉണ്ടായിരുന്നു. 5 എണ്ണം ക്രാഫ്റ്റ് ചെയ്യാം. ഇനി സ്റ്റിക്ക് വേണം. കുറച്ച് വുഡ് എടുത്തിട്ട് ഓക്കെ 7 ഐറ്റം ഫ്രെയിം ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് അവിടെ കൊണ്ടുവെക്കാം ഗൈസ്. ഓരോന്നോരോന്നിട്ട് ഇവിടെ വെക്കാം. ഇനി ഇതിവിടെ മാർക്ക് ചെയ്ത് വെക്കണം ഗൈസ്. ഒരു ചെസ്റ്റിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ള രീതിയിൽ. ഇനി നമുക്ക് അതിലോട്ട് കിടക്കാം. ഓക്കെ, ഞാൻ ഈ 3 വരി ചെസ്റ്റ് മാർക്ക് ചെയ്യുകയും ചെയ്തു. അതുപോലെ തന്നെ അവിടെ ഇരിക്കുന്ന എല്ലാ ഐറ്റംസും ഇവിടെ കൊണ്ടുവന്ന് സോർട്ട് ചെയ്ത് വെക്കുകയും ചെയ്തു ഗൈസ്. അതുപോലെ തന്നെ ഞാൻ ഇവിടെ നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിളും ബ്ലാസ്റ്റ് ഫർണസും സ്മോക്കറും എല്ലാം ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ സ്മെൽറ്റ് ചെയ്യാനും ക്രാഫ്റ്റ് ചെയ്യാനും ഒക്കെ ഉള്ള എളുപ്പത്തിന് വേണ്ടി അതെല്ലാം ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഏകദേശം പണിയൊക്കെ തീർന്നു. ഇനി നമുക്ക് മേളിലോട്ടാണ് പണിയുള്ളത്. സോ ഇനി അതിലോട്ട് കിടക്കാം. ഓക്കെ, മേളിലോട്ട് ഈ സൈഡിലോട്ടുള്ള ഡെക്കറേഷൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു ലീഫ് മിസ്സിങ് ഉണ്ടല്ലോ. ഓക്കെ, ഈ സൈഡ് ഇത്ര ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനിയുള്ളത് ഈ സൈഡിലോട്ടാണ്. ഇവിടെയാണ് ഞാൻ മാപ്പുകൾ ഒക്കെ ഉദ്ദേശിക്കുന്നത്. ഇനി ആ പണിയുണ്ട് ഗൈസ്. ഇനി അതിലോട്ട് കിടക്കണം. ഇനി റിസോഴ്സസ് ഒക്കെ ഗ്യാദർ ചെയ്യാനുണ്ട്. മാപ്പ് ഉണ്ടാക്കാൻ നമുക്ക് കുറേ പേപ്പറിൻ്റെ ആവശ്യമുണ്ട് ഗൈസ്. അതിന് കുറേ ഷുഗർക്കെയിൻ വേണം. പേപ്പർ എൻ്റെ കയ്യിൽ കുറച്ചുണ്ട്. ഞാൻ ടിപ്രക്കി പോയപ്പോൾ കിട്ടിയത് 10 പേപ്പർ എങ്ങാണ്ടുണ്ട്. ഇനി ഞാൻ വെളിയിൽ നിന്ന് പോയി ഷുഗർക്കെയിൻ എടുത്താലേ ഇനി ബാക്കി കിട്ടുള്ളൂ. ഇനി നമുക്ക് അതിലോട്ട് കിടക്കാം ഗൈസ്. ഞാൻ ഇപ്പോൾ ഷുഗർക്കെയിൻ തപ്പി ഇറങ്ങിയതാണ്. ഞാൻ ഇവിടെ ബോട്ട് വെച്ച് ഓഷൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ പോകും. അന്നേരം ഇവിടെയൊക്കെ ആയിട്ട് കുറച്ചൊക്കെ കണ്ടു. ഞാനിപ്പോൾ 26 പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഗൈസ്. ഇനിയിപ്പോൾ കുറച്ചും കൂടെ കണ്ടുപിടിക്കണം. ഞാൻ തുഴഞ്ഞു ഏതൊരു വില്ലേജിലോട്ട് വന്ന ഗൈസ്. ഞാൻ ഇതെടുക്കാനാണ് വന്നത്. എന്തായാലും ഞാൻ ഇപ്പോൾ കയറാൻ നിൽക്കുന്നില്ല. നമുക്ക് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കാം. ഓക്കെ ഗൈസ്, ഇത്രയും കൂടെ പൊട്ടിച്ചെടുക്കുമ്പോൾ നമുക്ക് ഒരു സ്റ്റാക്കിന് മുകളിൽ ഷുഗർക്കെയിൻ നമ്മുടെ കയ്യിലായിട്ടുണ്ട്. ഇനി ബേസിക് പോയിട്ട് മാപ്പ് ഉണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങാം ഗൈസ്. ഓക്കെ ഗൈസ്, വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് കയറിയിട്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ച് നമുക്ക് പേപ്പർ ആക്കാം ഗൈസ്. ഈ ഷുഗർക്കെയിൻ മൊത്തം ഓക്കെ, ഷുഗർക്കെയിൻ മൊത്തം പേപ്പർ ആക്കിയിട്ടുണ്ട്. ഞാൻ ഇത് വെച്ച് 9 മാപ്പ് ഉണ്ടാക്കാം ഗൈസ്. ഓക്കെ,
അങ്ങനെ 9 മാപ്പ് കൂടെ സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. നമുക്ക് 9 ഐറ്റം ഫ്രെയിമും കൂടെ വേണം ഇത് വെക്കാൻ വേണ്ടിയിട്ട്. സോ ഇനി അതിലോട്ടുള്ള പണി തുടങ്ങാം. കുറച്ച് വുഡ് എടുത്തിട്ട് സ്റ്റിക്ക് ആക്കാം ഗൈസ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ലെതർ ഒന്നേ ഉള്ളൂ. ഞാൻ ഇനി ലെതർ ഒന്ന് ഒപ്പിച്ചിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ, കുറേ നേരം കഴിഞ്ഞ് എന്തായാലും 9 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കൊണ്ടുപോയി ഐറ്റം ഫ്രെയിം ഉണ്ടാക്കിയിട്ട് നമുക്ക് മാപ്പ് ഒന്ന് സെറ്റ് ചെയ്യാം ഗൈസ്. വന്നിട്ട് കുറച്ചും കൂടെ ഒന്ന് സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഐറ്റം ഫ്രെയിം ഉണ്ടാകാം ഗൈസ്. കുറച്ചുകൂടെ വേണ്ടി വരും. കുറച്ചുകൂടെ സ്റ്റിക്ക് വേണ്ടി വരും ഗൈസ്. ഓക്കെ, അങ്ങനെ 9 ഐറ്റം ഫ്രെയിം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതവിടെ കൊണ്ടുപോയി വെക്കാം ഗൈസ്. ഓക്കെ, ഇത് ഇങ്ങനെ ഇരിക്കുക. ഇത്രയും സ്ഥലത്ത് നമുക്ക് മാപ്പ് വരും. ഇനി നമുക്കുള്ള പണി എന്ന് വെച്ചാൽ ഈ മാപ്പ് വരയ്ക്കുക എന്നുള്ളത്. ആദ്യം ഞാൻ ഒന്ന് പ്ലേസ് ചെയ്യാം ഗൈസ്. ഇതിങ്ങനെ ഇരിക്കുക. ഇത് എങ്ങനെ ഇത് വരയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നടുക്കിലത്തെ മാപ്പ് എടുത്തിട്ട് എൻ്റെ ബേസ് ഇരിക്കുന്ന സ്ഥലം നടുക്കായിട്ട് വരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ നടുക്കിലത്തെ മാപ്പ് എടുത്തിട്ട് ഇവിടെ ജസ്റ്റ് ഇങ്ങനെ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അന്നേരം അതാണ്ട് ഗൈസ് ഇത് വരഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് ഭാഗം മേളിലോട്ട് വരാനുണ്ട്. അത് നമ്മൾ അങ്ങോട്ട് നടക്കേണ്ടി വരും ഗൈസ്. കാണിച്ചു തരാം. ഓക്കെ, ഇത് ഫില്ലായിട്ടുണ്ട്. ഓക്കെ, എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ അറിയാതെ നോർമൽ മാപ്പാണ് പറ്റിയത്. നമുക്ക് വേണ്ടത് ലൊക്കേറ്റർ മാപ്പാണ്. ഇതിപ്പോൾ ഞാൻ വരച്ചപ്പോൾ രണ്ടും ഒരുപോലെയൊക്കെ ആയിപ്പോയി. സോ എന്തായാലും ഇനി ലൊക്കേറ്റർ മാപ്പ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് കോമ്പസ് വേണം ഗൈസ്. ഞാൻ കാണിച്ചു തരാം. ഗൈസ്, ലൊക്കേറ്റർ മാപ്പ് ഉണ്ടാക്കാൻ കോമ്പസ് വേണം. അപ്പോൾ ഞാൻ ഇനി കോമ്പസിന് എൻ്റെ കയ്യിൽ അയൺ അധികം ഇല്ല. 3 അയൺ വേണം കോമ്പസ് ഉണ്ടാക്കാൻ. അതുപോലെ തന്നെ റെഡ് സ്റ്റോണും വേണം. അപ്പോൾ അയൺ ഇനി എൻ്റെ കയ്യിലൊന്നും പോലും ഇല്ല. ഞാൻ മൈനിങ്ങിന് കൊണ്ടുവരും ഗൈസ്. എന്തായാലും ഞാൻ ഒന്ന് നോക്കട്ടെ. മൈനിങ്ങിന് പോയി കിട്ടുവാണെങ്കിൽ നമുക്കിത് മാപ്പുകൾ കംപ്ലീറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത എപ്പിസോഡ് ചെയ്യാം. എന്തായാലും ഞാൻ ഒന്ന് മൈനിങ്ങിന് പോയിട്ട് വരാം ഗൈസ്. എന്തായാലും ഇവിടെ ഇരിക്കട്ടെ. ഏതോ ഒരു വഴിയായി. ഞാൻ മൈനിങ്ങിന് പോവുകയും ചെയ്തു. ഇത്ര പീസ് അയണും റെഡ് സ്റ്റോണും ഞാൻ ഇവിടെ കൊണ്ടുവരികയും ചെയ്തു. പിന്നെ ഒരു വട്ടം ചാവുകയും ചെയ്തു. ക്രീപ്പർ വന്ന് എന്നെ പറപ്പിച്ച്. പിന്നെ സമയത്തിന് പോയി ഐറ്റംസ് എടുത്തുകൊണ്ട് അത് അവിടെ ഇരുന്ന്. എന്തായാലും ഇത്ര തന്നെ മതി. നമുക്ക് കോമ്പസ് ഉണ്ടാക്കാം. ആൻഡ് നമുക്കിനി ഒരു വട്ടവും കൂടെ പുറത്തോട്ട് കൊണ്ടുവരും. കാര്യം 3 മാപ്പും കൂടെ ഉണ്ടാക്കാനുള്ള പേപ്പർ നമുക്ക് ഒപ്പിക്കണം. അതിന് ഷുഗർ കെയിൻ എടുക്കാം ഗൈസ്. എൻ്റെ കയ്യിലുള്ള ഷുഗർ കെയിൻ വെച്ചാണ് ഇത്ര മാപ്പ് ഉണ്ടാക്കിയത്. എന്തായാലും എടുത്ത് മാറ്റിയേക്കാം. ഇത്രയും 3 മാപ്പും കൂടെ ഉണ്ടാക്കണം. അതിനി ഞാൻ വീണ്ടും ഏതെങ്കിലും ഒരു കടലിൻ്റെ സൈഡിൽ കൂടെ തുഴഞ്ഞുകൊണ്ടി വരും. അതെന്തായാലും അധികം നേരം എടുക്കത്തില്ലെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഗൈസ്. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് പേപ്പറുണ്ട്. ഇത് വെച്ചൊരു മാപ്പ് ഉണ്ടാക്കാൻ പറ്റുമായിരിക്കുമല്ലോ. ആദ്യം നമുക്ക് കോമ്പസ് ഉണ്ടാക്കാം ഗൈസ്. ലൊക്കേറ്റർ മാപ്പ് ആക്കാം നമുക്കിത്. അപ്പോൾ 9 കോമ്പസ് വേണം. ഓക്കെ, 9 കോമ്പസ് ആയി. ആൻഡ് ലൊക്കേറ്റർ മാപ്പ് ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുമുണ്ട് ഗൈസ്. ആൻഡ് ഇനി 2 എണ്ണം കൂടെ ഉണ്ടാക്കണം. അതിന് ഇനി ഷുഗർ കെയിൻ നമ്മുടെ ഇല്ല പേപ്പർ ഉണ്ടാക്കാൻ വേണ്ടി. ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഇത് ഇവിടെ എവിടെയും നട്ട് വെച്ചിരിക്കുക ഗൈസ്. എന്തായാലും റിസ്ക് എടുക്കണ്ട. 5 ബോൺ ഉണ്ടായിരുന്നു. നമുക്ക് ബോൺ മീൽ ചെയ്തൂടെ ഷുഗർ കെയിൻ? യെസ്, ഇതോടെ കാണാൻ തട്ടിട്ട് ഈ വരച്ച മാപ്പൊക്കെ ഇവിടെ കാണാൻ തട്ടിട്ട് ഗൈസ്. നോക്കി നമുക്ക് ഷുഗർ കെയിൻ ബോൺ മീൽ ചെയ്യാൻ പറ്റും ഗൈസ്. അങ്ങനെ ആണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. ആവശ്യത്തിനുള്ള ഷുഗർ കെയിൻ കിട്ടിയ. ഓക്കെ, ഇതുകൂടെ വെച്ചിട്ട് നമുക്ക് ബോൺ വെച്ച് ബോൺ മീൽ ഉണ്ടാകാം. 15 ബോൺ മീൽ കിട്ടി. ഇത് വെച്ച് ആവശ്യത്തിനുള്ള ഷുഗർ കെയിൻ കിട്ടുന്നുണ്ട്. നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ,
ഓക്കെ 30 കിട്ടി ഗൈസ്. ഇനി ഇത് വിട്ടിരുന്നോട്ടെ, നമുക്ക് എന്തായാലും പോയി നോക്കാം. നമുക്ക് പേപ്പറാക്കി നോക്കാം ഗൈസ്. 2 മാപ്പും കൂടെ ഉണ്ടാക്കിയത് തികയുമായിരിക്കണം. എന്തായാലും ബോൺമീലുള്ളത് കാര്യമായി. കുറച്ച് ഓട്ടം തികഞ്ഞു കിട്ടി ഗൈസ്. അല്ലെങ്കിൽ ഞാൻ തെക്കോടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ടി വന്നാണ്. ഓക്കെ, ഇത് നമുക്ക് ഫുള്ള് പേപ്പറാക്കാം. 35 പീസ് പേപ്പർ, 2 ലൊക്കേറ്റർ മാപ്പും ഉണ്ടാക്കാൻ പറ്റും ഗൈസ്. ഓക്കെ, അങ്ങനെ 3 ലൊക്കേറ്റർ മാപ്പ് ഉണ്ടാക്കി. ഓക്കെ, ഇനി ഈ ലൊക്കേറ്റർ മാപ്പ് ഇവിടോട്ട് വെച്ചിട്ട് ബാക്കിയുള്ള ഈ മാപ്പ് ഉണ്ടല്ലോ ഗൈസ്, ഇത് നോർമൽ മാപ്പാണ്. ഇത് നമുക്ക് എടുത്തിട്ട് ഇത് നമുക്ക് ലൊക്കേറ്റർ ആക്കണം. അത് നമുക്ക് കാർട്ടോഗ്രാഫി ടേബിളിൽ വെച്ചാക്കാൻ പറ്റും. അതിനൊരു കാർട്ടോഗ്രാഫി ടേബിൾ ഉണ്ടാക്കാം. ഞാൻ ഒന്നും ഉണ്ടാക്കിയോ, ഒരു കോമ്പസ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ? ഇത് എവിടുന്ന് കിട്ടിയതാണോ അതോ എനിക്ക് വന്ന റോയിൻ്റെ ഹോട്ടലിൽ നിന്ന് കിട്ടിയതാണ്. നമുക്കൊരു കാർട്ടോഗ്രാഫി ടേബിൾ ഉണ്ടാക്കണം ഗൈസ്. അതിനെന്തൊക്കെ വേണം? 2 കുറച്ച് ബ്ലാങ്കും പേപ്പറും മതി. ഓക്കെ, അതൊക്കെ ഉണ്ടാകാം. കുറച്ച് ബ്ലാങ്ക് ഉണ്ടാക്കി ആൻഡ് ഒരു കാർട്ടോഗ്രാഫി ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. ആൻഡ് ഇത് നമുക്ക് ഇവിടെ വെക്കാം. എന്നിട്ട് ഈ എംറ്റി മാപ്പ് ഇവിടെ വെച്ച് ഇതിവിടെ വെച്ചാൽ മതിയെന്ന് തോന്നുന്നു. ലൊക്കേറ്റർ മാപ്പ് ഇത് നോക്കാൻ ഉണ്ടാകും ഗൈസ്. ഓക്കെ, അങ്ങനെ 9 ലൊക്കേറ്റർ മാപ്പ് കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വരയ്ക്കണം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് ഇതും. ഒന്ന് ഉറങ്ങിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഉറങ്ങി എണീച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നടുക്കുന്നൊരു മാപ്പ് എടുക്കുക. നമ്മുടെ എൻ്റെ വീട് സെൻറ്ററായിട്ടിരിക്കാനാണ് എനിക്ക് ആഗ്രഹം. സോ ഇവിടെ നിന്ന് ഞാനിത് വരയ്ക്കാൻ പോവാണ്. സോ എന്തായാലും വരച്ചു നോക്കാം ഗൈസ്. അയ്യോ, സോ എന്തായാലും വരച്ച് നോക്കാം ഗൈസ്. ഓക്കെ, വരച്ചിട്ടുണ്ട്. എന്തായാലും കുറച്ചങ്ങോട്ട് നമുക്ക് നടന്നു പോകണം. മേളിലോട്ട് കുറച്ച് ഫില്ലാവുണ്ട് ഗൈസ്. അത് നമുക്ക് അങ്ങോട്ട് പോയാൽ മതി. ഇതിൽ നമുക്ക് കാണിക്കും നമ്മൾ ഏത് ഡയറക്ഷനിലോട്ട് തിരിഞ്ഞാലും കാണിക്കാൻ പറ്റുമോ. ഇത് നമ്മൾ ഏത് ഡയറക്ഷനിലോട്ട് തിരിഞ്ഞാലും കുഞ്ഞ് ആരോ ഉണ്ട്, അതിങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ അങ്ങോട്ട് നടന്നു പോയാൽ നമ്മൾ അങ്ങോട്ട് പോകും. സോ നമുക്ക് മാപ്പിൻ്റെ ആ ഡയറക്ഷനിലോട്ട് കുറച്ച് ഫില്ലാവാറുണ്ട്. സോ നമുക്ക് അങ്ങോട്ട് നടന്നു പോവാം. ഓക്കെ, ഫുള്ള് ഫില്ലായിട്ടുണ്ട്. ഇനി നമുക്കിത് അവിടെ കൊണ്ടുവച്ചിട്ട് അടുത്തത് എടുക്കാം ഗൈസ്. നമുക്ക് ഇത് നടുക്ക് വെക്കാം. ആൻഡ് ഇത് നമുക്ക് എടുക്കാം. ഇതിൻ്റെ ഒപ്പം ഇത് എടുക്കാം ഗൈസ്. എന്നാലും നമുക്ക് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ കാണിച്ചു തരാം. നമ്മളിത് നോക്കിയിട്ട് ഇതിൻ്റെ അത് നമുക്ക് താഴത്തെ ഭാഗമാണ് ശരിയാക്കേണ്ടത്. സോ നമ്മൾ ഈ പോയിന്റർ താഴോട്ടിരിക്കണം, അത് അങ്ങോട്ടാണ്. നമുക്ക് അങ്ങോട്ട് നടന്നു പോകാം. കുറച്ചങ്ങോട്ട് നടന്നു പോയിട്ട് ഓക്കെ, ഏകദേശം ഇവിടെ വന്ന് നിന്നിട്ട് നമുക്ക് ഈ പുതിയ മാപ്പ് എടുത്ത് വരയ്ക്കാം. ഓക്കെ, കറക്റ്റായിട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. എല്ലാം ഫില്ലായിട്ടുണ്ട് അല്ലേ? നടുക്ക് ഇതിൻ്റെ താഴെ. ഓക്കെ, എല്ലാം ആയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഓക്കെ, ഇത് കറക്റ്റായിട്ട് തന്നെ ആയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഈ സൈഡിലോട്ടുള്ളത് ചെയ്യാം. അതിന് ഇതും ഈ നടുക്കത്തെ വീണ്ടും എടുക്കണം. എന്നിട്ട് ഇത് നോക്കി ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ടുള്ളതാണ് ഗൈസ്. സോ നമുക്ക് അങ്ങോട്ട് പോകണം. അങ്ങോട്ട് കുറച്ചും കൂടെ ഒന്ന് പോയിട്ട് ഓക്കെ, ഇവിടെ വന്നിട്ട് നമുക്കത് വരയ്ക്കാം. ഓക്കെ, എല്ലാ ഭാഗവും ഫില്ലായിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചു പോകാം ഗൈസ്. ഓക്കെ, ഇതുപോലെയാണ് ഇത് വരയ്ക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. ഇനി ബാക്കിയുള്ളതും കൂടെ ഞാൻ വരച്ചിട്ട് ഫുള്ള് ഞാൻ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, ഇതും കൂടെ വെക്കുമ്പോൾ
നമ്മൾ ഫുൾ ഈ മാപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇത്ര ഏരിയ നമുക്കുണ്ട് എന്തെങ്കിലും ബിൽഡ് ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാനും കാര്യങ്ങളൊക്കെ. നമ്മുടെ ബേസ് ഇരിക്കുന്ന ഇവിടാണ് ഗൈസ്, നമ്മുടെ വീടിരിക്കുന്ന ഇവിടാണ്. അത് കഴിഞ്ഞ് ഇത്രയും സ്ഥലം. പിന്നെ നമ്മുടെ വില്ലേജ് ഇവിടെ മാർക്കായിട്ടുണ്ട്, അവിടെയുള്ള വില്ലേജ് അതിവിടെ കറക്റ്റായിട്ട് മാർക്കായിട്ടുണ്ട്. സോ എന്തായാലും ഇത്രേ ഉള്ളൂ ഇവിടുത്തെ പരിപാടികളൊക്കെ. ഇനി നമുക്ക് കുറച്ച് ലാൻഡേൺ താഴോട്ട് വെക്കണം, കുറച്ച് ലാൻഡേൺസ് ഒക്കെ ഉണ്ട്. ഇനി അതും കൂടെ ചെയ്തിട്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ഗൈസ്. ഒക്കെ കയ്യിരിക്കുന്ന കുറച്ച് അയൺ വെച്ച് ലാൻഡേൺ ഉണ്ടാക്കാം. അയൺ മൈൻ ചെയ്തുകൊണ്ട് വരുന്നതേ ഓർമ്മയുള്ളൂ, പെട്ടെന്ന് പെട്ടെന്നാണ് തീരുന്നത്. എന്തായാലും കുറച്ച് ടോർച്ചും കൂടെ ഉണ്ടാക്കണം. ടോർച്ച് ഉണ്ട് കയ്യിൽ. ഓക്കെ, കുറച്ച് ലാൻഡേൺ ഉണ്ടാക്കിയേക്കാം. 8 എണ്ണം ഉണ്ടാക്കി. ഒരെണ്ണം ഇവിടെ ഇരിക്കട്ടെ, ഇവിടെ ഇരിക്കില്ല. ഓനോ ഇവിടെ സ്ലാബ് ആയതുകൊണ്ട് ലാൻഡേൺസ് ഇരിക്കില്ല കേസ്, അത് കുഴപ്പമില്ല. ഒരു ചെയിൻ ഉണ്ടാക്കിയല്ലോ കേസ്, നമുക്ക് കോപ്പർ വെച്ച് ചെയിൻ ഉണ്ടാക്കിക്കൂടെ? നമുക്ക് ചെയിൻ ഉണ്ടാക്കി നോക്കാം കേസ്. കോപ്പർ വെച്ച് ഉണ്ടാക്കാൻ പറ്റില്ല, കോപ്പർ ഇങ്ങോട്ടാകണമെന്ന് തോന്നുന്നു. ചെയിൻ കോപ്പർ ചെയിൻ ഒരെണ്ണം ഉണ്ടാക്കി വെച്ചോ ഗൈസ്. ഇത് കാണാൻ ബോറുണ്ടോ? ഇത് ഏറി നിൽക്കുന്നവരുണ്ട് ഗൈസ്. വേണ്ട വേണ്ട വേണ്ട. നമുക്കൊരു കാര്യം ചെയ്യും, കോർണറിൽ നമുക്ക് സ്ലാബ് തന്നെ വെക്കാം. പക്ഷെ പ്ലാൻ കൊണ്ട് സ്ലാബ് തന്നെ ഉണ്ടാക്കിയേക്കും കേസ്, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കോർണേഴ്സിൽ നമുക്ക് ഫുൾ സ്ലാബ് വെച്ചിട്ട് ഇങ്ങനെ വെക്കാം കേസ്. ഇത് വലിയ ബോറ് കാണത്തില്ലെന്ന് തോന്നുന്നു. വലിയ കുഴപ്പമില്ല. ഇവിടെ ഇരിക്കട്ടെ ഒരെണ്ണം. കുറച്ചുകൂടെ ലാൻഡേൺ വേണം, ഒരു 2 ലാൻഡേണും കൂടെ ഉണ്ടാകും കേസ്. ഓക്കെ, 2 എണ്ണം കൂടെ ഉണ്ടാക്കി. ഇത് 2 എണ്ണം എടുത്ത് ഇവിടെയും വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ പണി ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഇൻറ്റീരിയർ വർക്കും അത്ര വലുതായിട്ടൊന്നും ഇല്ലെന്ന് എനിക്കറിയാം, എന്നാലും തരക്കേടില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇത് നേരെ വെക്കാൻ പറ്റില്ല. ഓക്കെ എൻ്റെ പാൻറ് പൊട്ടിയില്ലേ? എന്തായാലും കുഴപ്പമില്ല. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യും കൂടെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കണ്ട. എന്തായാലും അടുത്ത വീഡിയോ എടുത്ത് അടുത്ത ദിവസം കാണാം ഗൈസ്. ബൈ ബൈ.